ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു അനുഭവക്കുറിപ്പുണ്ട്. തൻ്റെ അനുഭവക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയ ഒരു ഏടുണ്ട്. നാളുകളായി വീട് വിട്ടിറങ്ങിയ ബഷീർ ജയിൽ മോചിതനായി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഞെട്ടുകയാണ്. നാളുകളായി തിരികെ വരുന്ന ആ മകനെ കാത്ത് എന്നും അമ്മ ഭക്ഷണം വിളമ്പി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കറികളുമൊക്കെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നുവെന്ന്. അദ്ദേഹം അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തേ അമ്മേ, ഇന്നേ ദിവസം തന്നെ തിരികെ എത്തുമെന്ന് അമ്മ എങ്ങനെ തിരിച്ചറിഞ്ഞു? അപ്പോൾ ആ അമ്മ പറയുകയാണ്, ഓരോ ദിവസവും നീ ഇന്ന് വരുമെന്നുള്ള ചിന്തയിൽ കഞ്ഞിയും കറികളുമൊക്കെ ഒരുക്കി നിന്നെ ഞാൻ കാത്തിരുന്നുവെന്ന്. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് അമ്മയുടെ കാത്തിരിപ്പിനെക്കുറിച്ച്. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം കാണുന്നത് നമ്മളെ കാത്തിരിക്കുന്ന ചില അമ്മമാരുടെ, നമ്മെ കാത്തിരിക്കുന്ന ചില അപ്പന്മാരുടെ ഓർമ്മകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് വൃദ്ധനായ ദൈവം എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ജെ കൊച്ചുവീട്ടിലാണ്. ചില യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു കടന്നുപോകലാണ് ഈ പുസ്തകം. അനുഭവങ്ങളിലൂടെയും കഥകളിലൂടെയും ചില നേരിൻ്റെ കഥകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ജെ കൊച്ചുവീട്ടിൽ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഏകദേശം 13 അധ്യായങ്ങളിലൂടെ 13 കഥകളാണ് വായനക്കാരൻ്റെ മുമ്പിലേക്ക് കൊച്ചുവീട്ടിൽ അവതരിപ്പിക്കുന്നത്. 13 യാഥാർത്ഥ്യങ്ങൾ. ഒരുപക്ഷെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, ഇതൊക്കെ സാങ്കല്പികമല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നതാണോ, സംഭവിക്കുന്നതാണോ എന്നൊക്കെ. പക്ഷെ അല്ല, അത് യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ കൺമുൻപിൽ കണ്ണു തുറന്ന് കാണാവുന്ന വിധത്തിൽ അത്രമാത്രം തെളിഞ്ഞു തന്നെ ഈ സമൂഹത്തിൽ അത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല പബ്ലിക്കേഷൻസാണ്. ഈ ചെറിയ പുസ്തകത്തിൻ്റെ പേരു തന്നെ, ഇതിൻ്റെ പുറം ചിത്രം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. വൃദ്ധനായ ദൈവം. ദൈവം എങ്ങനെയാണ് വൃദ്ധനാകുന്നത്? അതാണ് എന്നെ അമ്പരപ്പിച്ചത്. ദൈവം എങ്ങനെയാണ് വൃദ്ധനാകുന്നത്? ദൈവം വൃദ്ധനായി, അല്ലെങ്കിൽ ദൈവത്തെ പോലെ നമ്മൾ കരുതുന്ന പലരും വൃദ്ധരായി ഇന്നും നമുക്ക് മുമ്പിലുണ്ട്. ആ ദൈവങ്ങൾ ആരാണ് എന്നുള്ള കണ്ടെത്തലാണ്, അതിലേക്കുള്ള യാത്രയാണ് ഈ പുസ്തകം. 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ 13 അധ്യായങ്ങളിലും 13 അനുഭവങ്ങളായി നമുക്ക് മുമ്പിൽ ഇദ്ദേഹം രൂപപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 13 അനുഭവങ്ങളാണ്. പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അയാൾ പറഞ്ഞു, ഈ നെഞ്ചിൽ കിടന്നാണ് അവൻ 10 വയസ്സ് വരെ ഉറങ്ങിയിരുന്നത്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൈവിരൽ തുമ്പിൽ അവനുണ്ടായിരുന്നു. അന്നൊക്കെ അവൻ്റെ ചുണ്ടുകൾ ഓരോ ദിവസവും എത്ര പ്രാവശ്യമായിരുന്നു എൻ്റെ മുഖം ചുംബിച്ചത്. പക്ഷേ വാർദ്ധക്യം ഞാൻ അറിയാതെ എന്നിലേക്ക് കയറി പടർന്നപ്പോൾ അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ എത്ര തവണയാണ് എൻ്റെ ശരീരത്തിൽ പതിച്ചത്. വല്ലാത്തൊരു കരുത്തും വേദനയുമായിരുന്നു അവൻ്റെ കരങ്ങൾക്ക്. ഇങ്ങനെ പറഞ്ഞാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ബഷീറിൻ്റെ അമ്മ അവനെ കാത്തിരുന്നത് പോലെ ഇന്ന് പലരും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ ഒരു സാമീപ്യത്തിനു വേണ്ടി, നമ്മുടെ ഒരു വാത്സല്യത്തിനു വേണ്ടി, കരുതലിനു വേണ്ടി പല അമ്മമാരും, പല അപ്പന്മാരും, പല സഹോദരങ്ങളും, പല സഹോദരിമാരും ഇന്നും കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് പല വൃദ്ധസദനങ്ങളിലൂടെ, പല അന്തേവാസ കേന്ദ്രങ്ങളിലൂടെ അങ്ങനെയൊക്കെ തുടരുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴാണ് ഇവരെ തേടിപ്പോകുന്നത്, അല്ലെങ്കിൽ ഈ കാത്തിരിപ്പിലേക്ക് എപ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് ഈ വൃദ്ധനായ ദൈവം എന്നുള്ള പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടി തന്നെയാണ് ഈ പുസ്തകം ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒടുങ്ങാത്ത തിരക്കിനുള്ളിൽ മറഞ്ഞ് ബന്ധങ്ങളെ കൊല ചെയ്ത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന നമുക്ക് വേണ്ടി. അപ്പോഴാരാണ് ദൈവം? ദൈവം നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്, നമ്മുടെ
ഭാര്യയാണ്, നമ്മുടെ ഭർത്താവാണ്. അങ്ങനെ ആ ഒരു കാത്തിരിപ്പിലേക്ക് എന്ന് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നോ അന്നാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. ആ കാത്തിരിപ്പിലേക്കുള്ള ഒരു ക്ഷണമാണ് ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വൃദ്ധനായ ദൈവം ദൈവത്തിൻ്റെ പ്രതിപുരുഷരായ മാതാപിതാക്കളിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൃദ്ധനായ ദൈവം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളോട് സംവദിക്കുന്നത്. വൃദ്ധസദനം എന്ന ഈ പുസ്തകം നമുക്ക് മുമ്പിൽ പല മുഖങ്ങൾ തരുന്നുണ്ട്. പല മുഖങ്ങളും പല അനുഭവങ്ങളാണ്, പല കഥകളാണ്. ഇവരുടെ എല്ലാം ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനും നമുക്ക് ചോദ്യങ്ങളായി എടുക്കാനും വെല്ലുവിളികൾ ഉയർത്താനും പല അനുഭവങ്ങളുണ്ട്. അതുതന്നെയാണ് വൃദ്ധനായ ദൈവം എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. അവർ സ്വന്തം മക്കളുടെ കൈപിടിച്ചത് സ്നേഹത്തോടെയായിരുന്നു. അവരെ നയിച്ചത് സൗഭാഗ്യത്തിലേക്കും. എന്നാൽ കാലം വാർദ്ധക്യത്തിന് മടുപ്പും ബാധ്യതയും ഏറ്റിയപ്പോൾ മാതാപിതാക്കളുടെ ചരമദിനം മക്കൾ കലണ്ടറിൽ കുറിച്ചിട്ടു ഒരിത്തിരി നേരത്തെ. പറഞ്ഞു വരുന്നത് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് തന്നെയാണ്. വാർദ്ധക്യത്തിൻ്റെ ആ നല്ല കാലത്ത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ചില മാതാപിതാക്കളെക്കുറിച്ച്, ആ ചില മാതാപിതാക്കളെക്കുറിച്ച്, ചില അമ്മമാരെക്കുറിച്ചും അപ്പന്മാരെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലുകളും അനുഭവങ്ങളുമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഇതിൽ മാതാപിതാക്കൾ മാത്രമാണോ വാർദ്ധക്യത്തിന് അടിമകളാകുന്നത്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തുന്നത്? അല്ല, മാതാപിതാക്കൾ മാത്രമല്ല, സഹോദരിമാരും സഹോദരങ്ങളും എല്ലാം ഈ ഒരു മാറ്റി നിർത്തലിൻ്റെ വേദനയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വൃദ്ധരാകുന്നത് നമ്മുടെ പ്രായമുള്ള വൃദ്ധന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ വൃദ്ധകൾ മാത്രമല്ല. സമൂഹം മാറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കുന്ന എല്ലാവരും വൃദ്ധരല്ലേ? അങ്ങനെയുള്ളവരുടെ മുഖം ദൈവത്തിൻ്റെ മുഖമാണ്. നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ദൈവം പല മാതാപിതാക്കളാലും സഹോദരങ്ങളാലും ഇന്നും ജീവിക്കുകയാണ്. ആ ജീവിതങ്ങളിലേക്കുള്ള ഒരു കടന്നുപോക്കാണ് വൃദ്ധനായ ദൈവം എന്നുള്ള ഈ പുസ്തകം നമുക്ക് മുമ്പിൽ തരുന്നത്. നുറുങ്ങി ചോര പൊടിഞ്ഞ ഹൃദയങ്ങളിൽ നിന്നും ഉയർന്ന ജീവനുള്ള കണ്ണുനീരിൻ്റെ നനവു കലർന്ന വാക്കുകളാണ് ഈ പുസ്തകത്തിൻ്റെ ഓരോ താളിലും തെളിഞ്ഞു നിൽക്കുന്നത്. ബന്ധങ്ങളുടെ കൂട്ടും സൗഭാഗ്യങ്ങളുടെ തണലുമുള്ള ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഓരോ ഹൃദയമിടിപ്പിലും വേദന ഞരമ്പുകളിലേക്ക് പ്രവഹിക്കുന്ന ഇതിലെ ജീവിതങ്ങളെ തൊട്ടറിയാനോ വിശ്വസിക്കാനോ ആയെന്ന് വരില്ല. എങ്കിൽ പോലും നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇന്നും ജീവിതങ്ങൾ വഴിവക്കിൽ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല പുറംപോക്കിലേക്കും എറിയപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അത് മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും. ഇപ്രകാരമുള്ള ആ ഒരു കാത്തിരിപ്പും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം വിശ്വസിക്കണം. ആ കാത്തിരിക്കുന്ന ചില ഹൃദയങ്ങളിലേക്കുള്ള ഒരു യാത്രയാണിത്. എന്നാൽ സൗഭാഗ്യം പരവതാനി വിരിച്ചിരിക്കുന്ന ജീവിതയാത്രയിൽ ഒന്നോ രണ്ടോ വളവുകൾക്കപ്പുറത്തായി ഒരുപക്ഷെ നമ്മെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാകാത്ത വിധം ഏതോ കാലത്ത് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കെട്ടുകഥകളെക്കാളും സങ്കീർണങ്ങളായിരിക്കാം. ഒരുപക്ഷെ വാർദ്ധക്യം അതുതന്നെയാണ്. ജീവിതത്തിൻ്റെ ഏതോ ഒരു വളവിൽ ഈ യാത്രയിൽ അപ്പുറത്തെവിടെയോ കാത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വാർദ്ധക്യം. പക്ഷേ ഈ വാർദ്ധക്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരമാക്കി നാം മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക്, വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് നാം കൊടുക്കുന്ന ഒരു സമ്മാനമായി മാറണം. അങ്ങനെ വരുമ്പോഴാണ് വാർദ്ധക്യം അവർക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ശിശുവായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആസ്വദിക്കാനാവുന്ന വിധത്തിൽ നന്മകളിലൂടെയും സ്വാന്തനങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും വാത്സല്യത്തിലൂടെയും ഒക്കെ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളുമെല്ലാം നമ്മെ ചേർത്ത് വെച്ചു. പക്ഷേ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന അവരുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും നെറ്റി ചുളുങ്ങലും മുറുമുറുപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായും നാം ചിന്തിക്കേണ്ട സമയമായി നമ്മുടെ വൃദ്ധമാതാപിതാക്കളെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്. ആ ഒരു ചിന്തയിലേക്കാണ് ഈ പുസ്തകം വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയുള്ള 13 അധ്യായങ്ങളിലെ 13 കഥകളാണ്. ഈ പുസ്തകത്തിൻ്റെ മുഖവരയിൽ ഇദ്ദേഹം ജെ കൊച്ചുവീട്ടിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിലെ ഓരോ ജീവിതത്തെയും നമുക്ക് കീറിമുറിക്കാം. അതായത് ഈ 13 അധ്യായത്തിലെ ഓരോ യാഥാർത്ഥ്യങ്ങളെയും അനുഭവങ്ങളെയും നമുക്ക് കീറിമുറിക്കാം. യുക്തിയും യുക്തിയില്ലായ്മയും വേർതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്.
വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം, അല്ലെങ്കിൽ ചവിട്ടുകൊട്ടയിലേക്ക് എറിയാം. പക്ഷേ ഇവർ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, അതിലുപരി ഒരു മുന്നറിയിപ്പാണ്. ഇവർ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. ഒരു പക്ഷേ നാളെ ഞാനും, എനിക്കും നിങ്ങൾക്കും വന്നു ചേരാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ വാർദ്ധക്യം, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ നമ്മുടെ ജീവിതത്തിലെ പിന്തള്ളലുകൾ. സമൂഹം ആരെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ടോ അവരെല്ലാവരും ഈ വൃദ്ധനായ ദൈവത്തിൻ്റെ മുഖമുള്ളവരാണ്, കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖമുള്ളവരാണ്. അവർ കാത്തിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ കാത്തിരിപ്പിലേക്കുള്ള ഒരു ചുവടാകട്ടെ ഈ പുസ്തകത്തിൻ്റെ ഓരോ അക്ഷരവും. ഒരു ഹിന്ദുസ്ഥാനി കവിതയുണ്ട്. ആ കവിതയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: വീട്ടിൽ പോയി അമ്മയും അച്ഛനും ഒറ്റയ്ക്ക് കരയും, കാരണം മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും ചന്തയിൽ നല്ല വിലയായിരുന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾക്ക് പോലും ചന്തയിൽ നല്ല വിലയുള്ള ഈ കാലത്ത് അമ്മയും അപ്പനും തേങ്ങുകയാണ്, തങ്ങൾക്ക് വിലയില്ലല്ലോ എന്നോർത്ത്. ഹിന്ദുസ്ഥാനി കവിതയാണ്. പക്ഷേ ഈ കവിതയുടെ ഈ വരികളോട് ചേർന്ന് വരുന്ന അനുഭവങ്ങളാണ് ഇന്നലകൾ എന്നുള്ള ആദ്യ അധ്യായത്തിൽ കൊച്ചുവീട്ടിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നാരായണി എന്നുള്ള ഒരു അമ്മയെക്കുറിച്ചാണ്. കൊരട്ടിക്കാരിയായ നാരായണി അമ്മ. ഈ അമ്മയ്ക്ക് കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗം വന്ന ഈ അമ്മയുടെ ജീവിതം സമൂഹത്തിൽ നിന്നും മക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും എങ്ങനെ മാറിപ്പോയി, അല്ലെങ്കിൽ അവർ എങ്ങനെ ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയി എന്നാണ് ഈ അനുഭവക്കുറിപ്പ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. അന്യൻ്റെ ജീവിതത്തെ ചവിട്ടിമെതിക്കാൻ തക്കം പാർത്തിരിക്കുന്ന സമൂഹം ഇവിടെയും ഇടപെട്ടു. അങ്ങനെയാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അന്യൻ്റെ ജീവിതത്തെ ചവിട്ടിമെതിക്കാൻ, അവന് കുഷ്ഠം വന്നാലും അവന് അസുഖങ്ങൾ വന്നാലും അവന് വ്യാധികളേറെ വന്നാലും അതിനെ ചവിട്ടിമെതിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അത് കുഷ്ഠമാകുമ്പോൾ ഒരു പക്ഷേ വേഗത്തിൽ നാം അവരെ മാറ്റി നിർത്തും. അങ്ങനെയൊരു ഇരയായിരുന്നു നാരായണി അമ്മ. ആ അമ്മയുടെ ചില വ്യഥകളാണ്, വേദനകളാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം. ഉപേക്ഷിക്കപ്പെട്ടവരുടെ ലോകം അതിവിശാലമാണ്. പക്ഷേ മനുഷ്യനും സമൂഹവും നിയന്ത്രണങ്ങളുടെ ചങ്ങലകൾ കെട്ടി അവരുടെ സ്വാതന്ത്ര്യത്തെ തടവറകൾക്കുള്ളിലാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവരുടെ ലോകം അത്രമാത്രം വിശാലം തന്നെയാണ്. നമുക്കറിയാം, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രം. പക്ഷേ ഇവരുടെ ഈ സ്വാതന്ത്ര്യത്തെയും, അല്ലെങ്കിൽ ഇവിടെ നാരായണി അമ്മയ്ക്ക് കുഷ്ഠം വന്ന് അവളെ സമൂഹം മാറ്റി നിർത്തുമ്പോഴും പിന്നെയും സമൂഹം അവളെ ഉപദ്രവിക്കുകയാണ്, വാക്കുകളിലൂടെയും വിവേചനങ്ങളിലൂടെയും ഒക്കെ. അപ്പോൾ ഈ വിവേചനം, ഈ വർത്തമാനങ്ങൾ, ഈ ചൂണ്ടുവിരലുകൾ എന്നാണ് ഈ രോഗങ്ങൾക്കെതിരെ മാറുന്നത്, അല്ലെങ്കിൽ ഇപ്രകാരം മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത്? അങ്ങനെ വരുമ്പോൾ മാത്രമാണ് സമൂഹത്തിൻ്റെ ഒരു നല്ല വ്യവസ്ഥിതി ഉടലെടുക്കുക. മക്കൾക്കായിരുന്നു കുഷ്ഠം വന്നതെങ്കിൽ ഒരുപക്ഷെ അമ്മമാർ ഉപേക്ഷിക്കുമായിരുന്നോ? ഒരു ചോദ്യമാണ്. അമ്മയ്ക്ക് കുഷ്ഠം വരുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മുടെ ശിശുകാലങ്ങളിൽ കുഷ്ഠം വന്നിരുന്നെങ്കിലോ? ഒരുപക്ഷെ നമ്മെ ഉപേക്ഷിക്കുക പോലും ചെയ്യാതെ നമ്മളെ അത്രമാത്രം ചേർത്ത് വയ്ക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറുന്നതായാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അമ്മയ്ക്ക് കുഷ്ഠം വരുമ്പോൾ അമ്മയെ വലിച്ചെറിയാനുള്ള ഒരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ ഏറ്റെടുക്കുന്ന, ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കുന്ന അനവധി മക്കളുടെ മാതൃകകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പല മക്കളും ഇന്ന് മാതൃകകളാക്കിക്കൊണ്ടിരിക്കുന്നത്. 6 മക്കളെ പെറ്റു വളർത്തിയ അമ്മയാണ് ഞാനെന്നാണ് ഈ അനുഭവത്തിൻ്റെ ഇടയ്ക്ക് നാരായണി അമ്മ പറയുന്നത്. എല്ലാവരും സുഖമായി കഴിയുന്നു, ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രമാണ് കുഷ്ഠം. അതെന്താണ്? ചിലർക്ക് മാത്രം ഈ ഒരു ഇല്ലായ്മയുടെ നാടുകൾ, ചിലർക്ക് മാത്രം തിരസ്കാരത്തിൻ്റെ നാടുകൾ. അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള, അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില വെന്തുനീറുന്ന അനുഭവങ്ങളാണിത്. വെന്തുനീറുന്ന മനസ്സിനുള്ളിൽ കുത്തി നോവിപ്പിക്കുന്ന ഓർമ്മകളെയല്ല അയാൾ സൂക്ഷിച്ചിരിക്കുന്നത്, മറിച്ച് ആർക്കും അളക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കടലായിരുന്നു. ആ തീരത്ത് അയാൾ ഒറ്റയ്ക്കായിരുന്നു. പറഞ്ഞു വരുന്നത് ജോർജ് എന്ന രണ്ടാമത്തെ അനുഭവക്കാരനാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കഥാപാത്രമാണ്. അരൂരുള്ള 64 വയസ്സുകാരൻ ജോർജ് തിരസ്കാരത്തിൻ്റെ വേദനകൾ ഏറ്റെടുത്ത് സമൂഹം, കുടുംബം ഒറ്റപ്പെടുത്തിയ ഈ വ്യക്തി. ഇദ്ദേഹത്തിന് ധനത്തിൻ്റെ കാര്യത്തിലും മറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം
സമ്പന്നനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏകാന്തത അല്ലെങ്കിൽ തിരസ്കാരം, ഒറ്റപ്പെടുത്തൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പടുവൃദ്ധനാക്കി മാറ്റുകയാണ്. 64 വയസ്സുകാരനായ ജോർജിൻ്റെ ജീവിതത്തിലേക്ക് 84 വയസ്സുകാരൻ്റെ രോഗങ്ങളും അവൻ്റെ അസ്വസ്ഥതകളും അനുഭവങ്ങളുമെല്ലാം കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കണം, വാർദ്ധക്യം 64-ലും 84-ലുമല്ല, അത് 24-ലുമുണ്ട്. എന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ കടന്നു വരുന്നു, എന്ന് സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നോ അന്നെല്ലാം നമ്മൾ രോഗികളാകുകയാണ്, അന്നെല്ലാം നമ്മളും വൃദ്ധരായി മാറുകയാണ്. ഇപ്പോൾ ബന്ധങ്ങളുടെ കെട്ടുകൾ എനിക്ക് മേലെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സമ്പാദ്യത്തിൻ്റെ ഭീമമായ ഭാരം ഞാൻ അറിയുന്നില്ല, ചുറ്റും തിരക്കുകളില്ല, അസ്വസ്ഥതപ്പെടുത്തുന്ന ഫോൺ വിളികളില്ല, ജീവിതത്തിൻ്റെ ഒടുക്കം വരെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നവരും കരുതിയവരുമൊന്നും ഇപ്പോഴില്ല. സമ്പത്തിൻ്റെ വേലിക്കെട്ട്, സമ്പത്തിൻ്റെ ആ ഒരു ആഴം അവനിൽ നിന്നും മാറിപ്പോയപ്പോൾ അവൻ്റെ സമ്പാദ്യത്തോടു കൂടി തന്നെ ബന്ധങ്ങളും അറ്റുപോയ ഒരു അനുഭവ കഥയാണ് ജോർജിൻ്റെ കഥ. ചിലർക്ക് സമ്പാദ്യമാണ് അവരുടെ ബന്ധങ്ങളുടെ ആഴം, സൗഹൃദമാണ് ചിലർക്ക് ബന്ധങ്ങളുടെ ആഴം. പക്ഷേ സമ്പാദ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലഘട്ടത്ത് ബന്ധങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായാണ് ജോർജിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ തിരസ്കാരത്തിൻ്റെ ഏകാന്തതയുടെ നിമിഷങ്ങൾ സമ്മാനിച്ച എല്ലാവരെയും നോക്കി ഇദ്ദേഹം പറയുകയാണ്, എനിക്കിനി ഈ ബന്ധങ്ങളെക്കാൾ ഉപരി ഈ വൃദ്ധസദനത്തിൻ്റെ ചുവരുകൾ മതി. വൃദ്ധസദനത്തിലെ നന്മകളുടെ, കരുണകളുടെ, സ്നേഹത്തിൻ്റെയൊക്കെ കൈകൾ തുറക്കുന്ന, ആ വാതായനങ്ങൾ തുറക്കുന്ന ആ വൃദ്ധസദനം മതിയെന്ന് ഇദ്ദേഹം തൻ്റെ ജീവിതത്തെ നോക്കി പറയുകയാണ്. സച്ചിദാനന്ദൻ്റെ അമ്മയെക്കുറിച്ചുള്ള വരികൾ ഇങ്ങനെയാണ്: ഒരമ്മയുടെ കണ്ണീരിന് കടലുകളിൽ ഒരു 2ാം പ്രളയം ആരംഭിക്കാൻ കഴിയും. ഒരമ്മയുടെ നിലവിളിക്ക് മലമുകളിൽ ഒരു ഹിമപാതം ആരംഭിക്കാൻ കഴിയും. അമ്മയുടെ കണ്ണീരും നിലവിളിയും. അമ്മയുടെ കണ്ണീരിന് കടലുകളിൽ 2ാം പ്രളയം, ഒരമ്മയുടെ നിലവിളിക്ക് മലമുകളിൽ ഒരു ഹിമപാതം. സത്യമല്ലേ? അമ്മമാരുടെ നിലവിളികളും അവരുടെ കണ്ണീരും കൂടി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. ആ നിലവിളികളെ, ആ കരച്ചിലുകളെ എത്രമാത്രം കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന ഓരോ അധ്യായങ്ങളും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളും ഇപ്രകാരമുള്ള ചില തിരസ്കാരത്തിൻ്റെ, ചില ഒറ്റപ്പെടുത്തലിൻ്റെയൊക്കെ കഥകളാണ്. വിരൂപയായ മോളിയെക്കുറിച്ചുള്ള, അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യവും ആരോഗ്യവുമൊക്കെ നഷ്ടപ്പെട്ട മോളിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ആ അനുഭവത്തിൽ അവളെ ഒറ്റപ്പെടുത്തിയവർ പറയുകയാണ്, ഞങ്ങൾക്ക് സമയമില്ലാഞ്ഞിട്ട, അല്ലെങ്കിൽ ഇവളെ ഞങ്ങൾ നല്ലതുപോലെ നോക്കിയേനെയെന്ന്. നമുക്ക് സമയമില്ലാഞ്ഞിട്ട പലപ്പോഴും പലരെയും ഒറ്റപ്പെടുത്തിയതും മാറ്റി നിർത്തിയതും സമയമില്ലെന്ന് പറഞ്ഞൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്നും നാം ഓടി ഒളിച്ചതും. എന്നാണ് നമുക്ക് സമയമുണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റു പലരും അകന്നു പോകുന്ന ആ ദിവസവും അത്ര വിദൂരമല്ല എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വരുന്ന ഒരു ശൈലിയിലേക്കാണ് ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ കുതിപ്പ്. മോളിയുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. 27 വയസ്സുള്ള അവളുടെ ജീവിതത്തിലേക്ക് എത്ര പെട്ടെന്നാണ് വാർദ്ധക്യം കടന്നു വന്നത്. അതുകൊണ്ട് വാർദ്ധക്യത്തിന് ഇന്ന് ഒരു പ്രായപരിധിയില്ല. 27 വയസ്സിൽ വൃദ്ധയായ മോളിയുടെ കഥയാണ് പിന്നീട് വരുന്ന അധ്യായത്തിൽ നാം വായിക്കുന്നത്. 27-ാം വയസ്സിൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രോഗവും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിരസ്കാരവും എല്ലാമാണ് ഈ അനുഭവക്കുറിപ്പ്. എത്ര പെട്ടെന്നാണ് അവളുടെ സഹോദരങ്ങളും അവളുടെ ബന്ധുക്കളുമെല്ലാം അവളെ ഒറ്റപ്പെടുത്തിയത്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾക്ക് സമയമില്ലാഞ്ഞിട്ട, അല്ലെങ്കിൽ ഇവളെ ഞങ്ങൾ നല്ലതുപോലെ നോക്കിയേനെയെന്ന്. ഈ സമയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പല ആളുകളും ഒറ്റപ്പെടുവാനുള്ള കാരണം. പലർക്കും സമയമില്ലാഞ്ഞിട്ടാണ് പലരും ഒറ്റപ്പെട്ടു പോകുന്നത്. മോളിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. 27-ാം വയസ്സിലാണ് ഇവളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നത്. അവളുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, അവളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും എല്ലാം കവർന്നെടുത്ത ആ രോഗത്തെയുമെല്ലാം മാറ്റി അവൾ വൃദ്ധസദനത്തിലേക്ക് പോകുമ്പോൾ അവളിൽ നിന്നും ഒളിച്ചോടി പോകുന്ന അവളുടെ സഹോദരങ്ങളും അവൾക്കെതിരെ നിന്ന അവളുടെ ബന്ധുക്കളുമെല്ലാം ഈ അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്രകാരം തിരസ്കാരം ഏറ്റെടുക്കുന്നത് എല്ലാം അവളുടെ സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമാണ്. ഈ സമയമില്ലായ്മയാണ് ഈ ബന്ധുക്കളുടെ, ഈ സഹോദരങ്ങളുടെയൊക്കെ ഇവളെ ഒറ്റപ്പെടുത്തുവാനുള്ള കാരണം. ഇങ്ങനെ വരുന്ന ഒരു സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ അനുഭവങ്ങളിലൂടെ, കഥകളിലൂടെ ഇദ്ദേഹം കുറിക്കുന്നത്. മോളിയുടെ ജീവിതം പോലെ തന്നെ 27-ാം വയസ്സിലും 30-ാം വയസ്സിലുമൊക്കെ
ഒറ്റപ്പെട്ടു പോകുന്ന പല സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ സമൂഹത്തുണ്ട്. ഇവർക്ക് 27-ാം വയസ്സിൽ പ്രായമായതല്ല, 30-ാം വയസ്സിൽ ഇവർ വൃദ്ധരായതല്ല. പക്ഷേ ഒറ്റപ്പെടുത്തിയപ്പോൾ, സമൂഹം അവരെ മാറ്റി നിർത്തിയപ്പോൾ അവർ വൃദ്ധരാവുകയാണ്. ഇങ്ങനെയുള്ളവരുടെ ദൈവത്തെക്കുറിച്ചാണ്, ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവമായി മാറുന്നത് എന്നാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പണസഞ്ചി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അത് വറീദിനെക്കുറിച്ചാണ്, കണ്ണൂരുകാരനായ വറീദിനെക്കുറിച്ച്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൗതുകകരമായ അനുഭവമാണ് അദ്ദേഹം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് മക്കൾ മരണത്തിന് മുമ്പേ തന്നെ അദ്ദേഹത്തിനു വേണ്ടി ശവപ്പെട്ടി നിർമ്മിക്കുകയാണ്. ശവപ്പെട്ടി റെഡിയാക്കി അദ്ദേഹത്തിൻ്റെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മക്കളെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഈ പണസഞ്ചി എന്നുള്ള അധ്യായത്തിൽ ജെ കൊച്ചുവീട്ടിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശവപ്പെട്ടി കാണുവാൻ മക്കൾ ഭാഗ്യം തന്ന ലോകത്തെ ആദ്യത്തെ അപ്പനായിരിക്കും താനെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവപ്പെട്ടി കാണുവാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ അപ്പൻ. അവസാന കാലത്ത് സമ്പാദ്യം വല്ലാത്തൊരു ഭാരമാണ്, ഉണ്ടാക്കിയവനും അതനുഭവിക്കാൻ കാത്തിരിക്കുന്നവനും. ഈ ഭാരമാണ് പലരെയും വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുവാൻ, ഒറ്റപ്പെടുത്തുവാൻ, തിരസ്കരിക്കാൻ, കുറ്റപ്പെടുത്തുവാൻ ഒക്കെ കാരണമാകുന്നത്. ഈ അമിതഭാരം പലരും ഇറക്കി വെച്ച് സദനങ്ങളിലേക്ക് യാത്രയാവുകയാണ്. പലപ്പോഴും സഹചാരി, സഹപാഠി അല്ലെങ്കിൽ സ്നേഹിതയൊക്കെയായി മാറുന്നത് ഇന്ന് പല വൃദ്ധസദനങ്ങളുമാണ്. ആ വൃദ്ധസദനങ്ങളുടെ പെരുക്കം അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന കാഴ്ചകളും ഇന്ന് നാം കണ്ടു തന്നെയാണ് ഓരോ അനുഭവങ്ങളിലൂടെയും വായിച്ചറിയുന്നത്. കുഞ്ഞുനാളിൽ നമ്മളെ കാത്തിരിക്കാൻ നമ്മുടെ അമ്മമാരുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ കാത്തിരിപ്പുകൾ അപ്പന്മാരിലേക്കും മാറി. പക്ഷേ വളർച്ചയുടെ കാലഘട്ടത്തിൽ, വളർച്ചയുടെ ഈ പടവുകളിൽ നമുക്ക് കാത്തിരിക്കാൻ നമ്മുടെ അമ്മമാരുണ്ടോ? നമുക്ക് കാത്തിരിക്കാൻ നമ്മുടെ അപ്പന്മാരുണ്ടോ? പക്ഷേ അവർ ഇന്നും കാത്തിരിക്കുകയാണ് നമ്മുടെ സാമീപ്യത്തിനു വേണ്ടി, നമ്മുടെ സാന്നിധ്യത്തിനു വേണ്ടി, നമ്മുടെ വാത്സല്യങ്ങൾക്ക് വേണ്ടി. ആ കാത്തിരിപ്പിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. അങ്ങനെ കാത്തിരിക്കുന്ന പലരുടെയും മുഖങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത്. വൃദ്ധസദനത്തിലേക്ക് അല്ലെങ്കിൽ വൃദ്ധസദനത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു അനുഭവങ്ങളുണ്ട്. അത് രക്തബന്ധത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെട്ടു പോകുന്നവർക്കായി ആരോ ഭൂമിയിൽ കരുണ കൊണ്ട് തീർത്ത ഒരു പുതിയ ഭവനമെന്നാണ് വൃദ്ധസദനത്തെക്കുറിച്ച് പറയുന്നത്. കരുണ കൊണ്ട് തീർത്ത ഒരു പുതിയ ഭവനം. ഈ കരുണ കൊണ്ട് തീർത്ത ഭവനത്തിലാണ് ഇന്ന് പലരും കാത്തിരിക്കുന്നത്. എന്നോ തങ്ങളുടെ മക്കൾ തിരിച്ചെത്തും. സുബോധത്തോടെ തിരിച്ചു വന്ന ധൂർത്തപുത്രനെ കാത്തിരുന്ന പിതാവിനെ പോലെ അവരും കാത്തിരിക്കുകയാണ്. സുബോധമുള്ള നല്ല മക്കളായി എന്നാണ് നാം തിരിച്ചു ചെല്ലുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരോട് ലോകം കാട്ടാത്ത സ്നേഹവും പരിഗണനയുമായിരുന്നു ആ ഭവനത്തിൽ അവർക്കായി കർത്താവിൻ്റെ ശുശ്രൂഷകർ ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരിക്കലും കിട്ടാത്ത അനന്തമായ സ്നേഹവും വാത്സല്യവും സാമീപ്യവുമെല്ലാം ഈ കരുണയുടെ ഭവനത്തിൽ ഇന്ന് ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്ക് ഈ വൃദ്ധസദനങ്ങളെ വളർത്താതിരിക്കാം. ഈ വൃദ്ധസദനങ്ങൾ ഇല്ലാതെ പോകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെ ചേർത്ത് വയ്ക്കാം. അവരുടെ കാത്തിരിപ്പിലേക്ക്, അവരുടെ സ്നേഹത്തിലേക്ക് നമ്മുടെ കൈകൾ ചേർത്ത് വയ്ക്കാം. ടാഗോറിൻ്റെ ഒരു മനോഹരമായ കവിതയുണ്ട്. പിതൃത്വം എന്നാണ് ഈ കവിതയുടെ പേര്. ലോകത്തിനെപ്പോഴും അയാൾ യാനപാത്രങ്ങൾക്കുമീതെ അലഞ്ഞവനായിരുന്നു. അയാളെപ്പോഴും ഗൗരവക്കാരനായിരുന്നു, ഒരു പരുക്കൻ സ്വഭാവക്കാരൻ. പക്ഷേ അയാൾ നേടിയതും പൊട്ടിച്ചിരിച്ചതും നൊമ്പരപ്പെട്ടതുമൊന്നും അയാൾക്കു വേണ്ടിയായിരുന്നില്ല. ഒന്നും അയാൾ ആരിൽ നിന്നും വെറുതെ സ്വീകരിച്ചിട്ടില്ല. അയാളുടെ എല്ലാ സമൃദ്ധിക്കു പിന്നിലും രക്തം വിയർപ്പാക്കിയതിൻ്റെ തളർച്ചയുണ്ട്. കുന്നുകൾ താഴ്വരകളാക്കിയതും പിന്നിൽ വരുന്നയാളുടെ പാദങ്ങളിൽ തറയേണ്ട മുള്ള് സ്വന്തം പാദങ്ങളിലേക്ക് മുമ്പേ നടന്ന് ഏറ്റുവാങ്ങിയതും എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ ഭദ്രമല്ലാത്ത വാതിലിനു മുമ്പിൽ ഒരു കാവൽ പട്ടിയെപ്പോലെ ഉണർന്നിരുന്നതും നിനക്കു വേണ്ടിയായിരുന്നു, നിനക്കു വേണ്ടി മാത്രം. എന്നിട്ടും അവനിന്നും സുഖത്തിനും ദുഃഖത്തിനുമിടയിൽ ഒരു തുലാസ് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അവനെ നീ മറക്കരുത്, കാരണം അവൻ നെരിപ്പോടിനരികിൽ ഒറ്റയ്ക്കാണ്. അയാൾ പ്രാർത്ഥിച്ചു, ലോകമേ, ഞാൻ വേർപിരിയുമ്പോൾ എനിക്കായി നിന്റെ നിശബ്ദതയിൽ ഒരു വാക്കു കരുതി വയ്ക്കുക, ഞാൻ സ്നേഹിച്ചിരുന്നുവെന്ന്.
ലോകമേ, ഞാൻ വേർപിരിയുമ്പോൾ എനിക്കായി നിന്റെ നിശബ്ദതയിൽ ഒരു വാക്ക് കരുതി വയ്ക്കുക, ഞാൻ സ്നേഹിച്ചിരുന്നുവെന്ന്. നമ്മൾ കാത്തുവെക്കേണ്ടതും നാം ഓർത്തു വയ്ക്കേണ്ടതും ഈ വാക്കാണ്. നമ്മെ പലരും സ്നേഹിച്ചിരുന്നുവെന്ന്. അത് നമ്മുടെ അമ്മമാരാകാം, നമ്മുടെ പിതാക്കന്മാരാകാം, നമ്മുടെ സഹോദരങ്ങളാകാം. ആ പ്രാർത്ഥന ജീവിതത്തിൽ പൊടിതട്ടിയെടുക്കാം. പലരും നമ്മെ സ്നേഹിച്ചിരുന്നുവെന്ന്. ആ സ്നേഹത്തിലേക്ക് നമുക്ക് യാത്ര പോകാം.